ഇടുമ്പൻ നോക്കി ചെന്താമരപ്പൂ വിടർന്ന് പോലൊരു കുട്ടി. ചന്തു, ചെന്താമരപ്പൂവല്ല, നെയ്യാമ്പൽ പൂവാണ്. പാവം പെണ്ണ്. ഇത്ര പെട്ടെന്ന് പോയാൽ അത് കുട്ടിയടാ. വാ. പെണ്ണുങ്ങളെ, അയാൾ പോയി കഴിഞ്ഞു. നിങ്ങൾ വരും, ഞാൻ പോകുന്നു. പെണ്ണേ, നിന്റെ പേരെന്താണ്? തുളസി. കൊള്ളാം, മിടി. കിള്ളിയെടുത്ത് മുടിയിൽ ചൂടാനും നുള്ളിയെടുത്ത് പൂജിക്കാനും കൊള്ളാം. ചന്തു, രണ്ടാളൊന്ന് ചെയ്തിട്ട് വേഗം വരീൻ, നേരം പോകുന്നു. അയ്യോ അമ്മേ, അയ്യോ എടി മണ്ടി പെണ്ണെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്നെ ഭയപ്പെടുത്താമെന്ന് കരുതണ്ട. ഞാൻ നിന്നെ സ്വന്തമാക്കാൻ പോവാ. തിരുമേനി, തുളസമ്മയെ ആരോ ഒന്ന് പിടിച്ചോണ്ട് പോയി. പാവം, തീയിൽ ചാടി മരിക്കാൻ ജനിച്ച ഈ ആമ്പാറ്റ. എന്റെ മകളെ നശിപ്പിച്ച മഹാഭാവി എന്നെ കൊണ്ടിട്ട് പോയി. ദ്രോഹികളെ, എന്നെ കൂടി കൊല്ലിൻ, എന്നെ കൂടി കൊല്ലിൻ, കൊല്ലിൻ, എന്നെ കൂടി കൊല്ലിൻ. കൊല്ലാനാ പറഞ്ഞത്, കൊല്ലാൻ. ഇറങ്ങിയപ്പോഴേ കണി മോശമാണ്. പോരും ചന്തു. ഒരു കിഴവനെ കൂടി എനിക്ക് കൊല്ലാനുണ്ട്. ചന്തുവേട്ടനോട് ഇഷ്ടമാണ് അപ്പച്ചി. പക്ഷേ ചന്തുവേട്ടനെ കുറിച്ച് ആളുകൾ... എന്റെ മോളെ, കുറ്റവും കുറവും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയില്? നീ അവന്റെ മുറപ്പെണ്ണ. നീ വിചാരിച്ചെങ്കിലേ അവനെ നന്നാക്കാൻ സാധിക്കും. എന്റെ മോള് എന്റെ കൈയടിച്ച് സത്യം ചെയ്യേ അവന്റെ കയ്യിൽ നിന്ന് പുടവ് വാങ്ങാമെന്ന്. പറയൂ മോളെ, പറയൂ. ഒരു ദിവസമെങ്കിലും കരക്കാരുടെ പരാതി കേൾക്കാതെ അന്തി ഉറങ്ങാൻ ഒക്കില്ലല്ലോ. എന്റെ കാവിലമ്മേ, ഇങ്ങനെ ഒരു മകനെ തന്നെ എനിക്ക് തന്നല്ലോ. എന്താ, എന്തുണ്ടായി? ചന്തു എന്ത് ചെയ്തു? ഓ കുന്തം, മോന്റെ വിശേഷങ്ങൾ അമ്മ തന്നെ ചോദിച്ചു നോക്ക്. തമ്പ്രാട്ടി, ആണും പെണ്ണുമായി അടിയൻ ഒരേ ഒരു മോളേ ഉള്ളൂ. ചന്തു തമ്പ്രാൻ അവളെ നശിപ്പിച്ചു തമ്പ്രാട്ടി. അതേ, നിന്റെ മോടെ ഗുണം കൊണ്ടായിരിക്കും. എന്റെ കാല് പെരുക്കുന്നു, ഒരൊറ്റ ചവിട്ട് വെച്ച് തന്നാണ്ടല്ലോ. എടീ, സ്വന്തം മകന്റെ കുറ്റം ഗുണദോഷിച്ച് നന്നാക്കുന്നതിന് പകരം ഉലയിലിട്ട് നീറ്റുകയാണ്. ഓർമ്മ. ഏതായാലും സംഭവിക്കേണ്ടത് സംഭവിച്ചു. അവനിവിടെ വരട്ടെ, ഞാൻ ചോദിക്കാം. താനെന്തിനോട് വന്നു? ഓർക്കണം തമ്പ്രാ, എന്റെ മകള് ഗർഭിണിയാണ് തമ്പ്രാ. മോളല്ലാതെ പിന്നെ മോനാണോ ഗർഭിണിയാവുന്നത്? സത്യം പറയണം, നീ എന്തിനോട് വന്നു? താൻ എന്റെ അച്ഛനോട് വല്ലതും പറഞ്ഞോ? കൊല്ലല്ലേ തമ്പ്രാ, കൊല്ലല്ലേ.
തണ്ടും തടിയും ഉണ്ടെന്ന് കരുതി കിടന്ന് തുള്ളിയാലുണ്ടല്ലോ ഒടുവിൽ വെള്ളം കുടിച്ച് പരിക്കലുണ്ടാവില്ല. ആ പോയ മൂപ്പി നിന്റെ മകൾക്ക് പുട കൊടുക്കാമെന്ന് നീ ഏറ്റിരുന്നോടാ? ഇല്ല. ഇല്ലേ? അവൾ നീ കാരണം ഗർഭിണിയാണെന്ന് നിനക്കറിയാമോ? ഇല്ല. എന്നാൽ ആണ് കണ്ടാൽ കൊള്ളാവുന്ന പെണ്ണുങ്ങളുടെ നിഴല് കണ്ടാൽ പിന്നെ നിനക്ക് പ്രാന്താണോടാ ദ്രോഹി? ഒന്ന് പതുക്കെ പറയൂ. ഇനി വന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ചന്തുവിന്റെ മുറപ്പെണ്ണ് കുട്ടിയമ്മ അകത്ത് വന്നിട്ടുണ്ട്. അവള് കേൾക്കരുത്. ഞാൻ അവളോട് പറഞ്ഞ് ഇവന്റെ പുടവ കൂടെ എല്ലാം സമ്മതിപ്പിച്ച് വെച്ചിരിക്കുക. നാട്ടാരെ കാളികാവ് ക്ഷേത്രനടയിൽ വെച്ച് നാടിന്റെ ഉടയോൻ മുമ്പിൽ വെച്ച് ഇന്നേക്ക് 3-ാം നാൾ മാമംഗലം പൊന്നിക്ക് സ്വയംവരം കുറിച്ചേക്കും. കടത്തനാടൻ പടക്കുതിരകളിലേറി വെൺമണി കോട്ടയ്ക്ക് 7 വലത്ത് വെച്ച് മുന്നെ വത്തണം. മുക്കുകളെ സ്വയംവരത്തിൽ പങ്കെടുക്കുന്നവർ മാമംഗലത്തെ കുലുവിലൊടിക്കണം. കാവിലിരിക്കുന്ന കരുനാഗങ്ങളെ പാടി വരുത്തി നാഗങ്ങളെ കൊണ്ട് മകടി ഊതിച്ച് നൃത്തം ചെയ്യിപ്പിക്കണം. തീക്കുണ്ടത്തിൻ നടുവിലിരിക്കും കരിമ്പൂലത്തെ തോൽപ്പിച്ച് അതിന് മുകളിലിരിക്കും താലിയും പിടവയും എടുക്കണം. ഈ 4 മത്സരങ്ങളിൽ ഒന്നിനൊന്ന് ജയിച്ചു വരുന്നവരാരായാലും ഭൂലോക സുന്ദരിയായ പൊന്നിയമ്മയെയും പൊന്നിയമ്മയ്ക്ക് അവകാശപ്പെട്ട വെൺമണിക്കോട്ടയും 4000 നിലങ്ങളുള്ള ദേശങ്ങളും 4 ദിക്കും കിട്ടുന്നതാണ്. ഈ ഭൂലോക സുന്ദരി പൊന്നിയമ്മ നമ്മുടെ തോഴൻ ചന്തുവിന് പറ്റിയവളാണെന്ന് തോന്നുന്നു. കഴമ്പു ഞാൻ യാനയെ കലി കണ്ടിട്ട് ഇറങ്ങുമ്പോ ഒന്ന് കരുതി ഒരു കല്യാണത്തിക്ക് വഴി ഉണ്ടാകുമെന്ന്. തിരുവനി കല്യാണം എന്ന് പറഞ്ഞാലേ പിള്ളേട്ട് തൊട്ടിക്കണം, കടുവയും കുതിട്ടൊക്കെ പിടിക്കൂ. കടുവ ഈ പൊന്നം കൈ കൊണ്ടടിത്ത കടുവ കുടുവയ. ഒരു ഭൂലോകസുന്ദരിയെ കിട്ടിവന്ന് നമ്മള് പല പ്രാവശ്യം കിനാവ് കണ്ടിട്ടുണ്ടടാ. അവക്ക് ചുമ്മാ കിനാവ് കണ്ടാ പോരെ മൂത്തക്കുട്ടി മോളാളി. ബില്ലൊട്ടിടാ. നമുക്ക് ബില്ലെടുക്കണമെങ്കിൽ നമ്മൾ എടുക്കും, അത് ഒടിക്കണമെങ്കിൽ നമ്മൾ ഓടിക്കും. പാമ്പിനെ പരത്തണമെങ്കിൽ നമ്മൾ പരത്തും, അതിനെ ഹാറ്റണമെങ്കിൽ നമ്മൾ ഹാറ്റും, അതിനെ തിന്നണമെങ്കിൽ നമ്മൾ കരിക്ക് തിന്നും. അതൊക്കെ 5 ആംഗളമാർക്കുള്ള ഒരേ ഒരു പെങ്ങളാണ് പൊന്നിയമ്മ. നാടുവാഴിക്കോട്ട പോലെ 4 ഭാഗവും തിങ്ങി നിൽക്കുന്ന ഒരു കോട്ട. പിന്നെ കണ്ടാൽ എങ്ങനെയുണ്ട്? കണ്ടാൽ നിലത്ത് നിൽക്കില്ല ചന്തു. കുന്നപ്പൂവിന്റെ മേനയുടെ അന്ന നട ഉപ്പൂറ്റി താഴോട് മതിയടാ പറഞ്ഞ് തീതിയില്ലാതെ. ഏതായാലും പൊന്നിയെ കിട്ടുമെന്ന് നോക്കിയിട്ട് മതി കുട്ടിയമ്മയ്ക്ക് പുടവ കൊടാൻ. പൊന്നിയെ കിട്ടുമെങ്കിൽ പിന്നെന്താ കുട്ടിയമ്മ? സ്വച്ഛകൾ ഈ വലിയ പണക്കാരൻ പൊങ്കൻ ചെട്ടിക്ക് നല്ലതൊരു പെൺകിട്ടില്ല. എന്റെ പൊന്നിയമ്മ, എന്തൊരു നിറം, എന്തൊരു സൗന്ദര്യം, എന്റെ സ്വപ്ന സുന്ദരി. കേട്ടോടി പെണ്ണുങ്ങളെ, തിരുമനസിന് ഉറക്കം വരാത്ത കാര്യം ഇപ്പോഴാ മനസ്സിലായത്. ആയിക്കോളൂ, ഒരു വിരോധവുമില്ല. എന്റെ പൊന്നി, മുക്കളെ എവിടെ പോയി? നമുക്ക് വയറ് വിശന്നിട്ട് പോയതാ. പെരുമ എന്നാലും ചോറ് തിന്നണ്ട, നമ്മളെ ഉറക്കി പിന്നെ ഇതിനടുത്ത് കുലച്ചോ ഓടിച്ചോ, എന്റെ പെങ്ങൾക്ക് ആരും പുടവ തരില്ല. അമ്പോ അതാ നോക്കി ശ്രീരാമൻ ജനക കൊട്ടാരത്തിലെത്തി വില്ലൊടിച്ച് സീതാദേവിയെ പാണിഗ്രഹണം ചെയ്യുന്നു. അതുപോലെ എല്ലാം തികഞ്ഞ പോരാളികൾ കാളികാവ് ക്ഷേത്ര നടയിലെത്തും. എല്ലാ മത്സരങ്ങളിലും ജയിച്ച് ഒരുവൻ വരും. കുടപ്പുറം നോക്ക് പുടവ തന്നു കൊണ്ടുപോകും. പോകുമ്പോ എന്നെയും കൂടെ കൊണ്ടുപോകുമോ? പിന്നെ പെങ്ങൾ എവിടെ പോയാലും എന്റെ അമ്പുമോനെ കൊണ്ടുപോകും. അളിയ, പൊന്നിയമ്മയെ എനിക്ക് വേളി കഴിച്ചു തരാമെന്ന് പലകുറി പറഞ്ഞിട്ടും വീണ്ടും നിങ്ങൾ എന്തിനീ മത്സരം വെച്ചിരിക്കുന്നത്? ഈ പാച്ചന് എന്തിന്റെ കുറവാണുള്ളത്? ചൊല്ലിൻ പെങ്ങളെ. ചേടാ, 5 ആങ്ങളമാർക്കും കൂടിയുള്ള ഓമന പെങ്ങളായതുകൊണ്ട് പെണ്ണിനെ അങ്ങ് വല്ലാണ്ട് കൊഞ്ചിച്ചു. ദാ ഇരിക്കുന്ന മൂത്ത ഉടമ്പുറന്ന്. മാമംഗലം തറവാട്ടിൽ ഒരു പെൺതരി ഇല്ലാഞ്ഞ് നേർച്ചയും കാഴ്ചയും വെച്ചുണ്ടായതാ പൊന്നി.
പോരിൽ ജയിച്ചു വരുന്നവനെ വേണമെന്നാ അവളുടെ ആഗ്രഹം. എന്താ ചെയ്യാ? ഏതായാലും പെണ്ണ് അഹങ്കരിച്ചാൽ കയ്യിൽ കുഞ്ഞല്ലാണ്ട് പട്ടും തിട്ടൂരോ ഇന്നോളം കിട്ടിയിട്ടില്ല. ഏട്ടാ, ഞാൻ ഉറക്കപ്പായിൽ നിന്നും എണീറ്റ് വരുമ്പോൾ നാഥുവിന്റെ ആങ്ങളെയാ എന്നും കണി കാണാറുള്ളത്. കഷ്ടം. പിന്നെ ഈ നേരാങ്ങളെ പറയുന്നത് ഒന്ന് കേൾക്കി. നമ്മുടെ അച്ഛനും അമ്മയും മരിക്കും മുന്നേ നിന്റെ പുടമുറി നടന്ന് കാണണം. എല്ലാം തികഞ്ഞിട്ട് ഒരാണും പെണ്ണും ഇന്നോളം ഭൂമി പിറന്നിട്ടില്ല. അതുകൊണ്ട് പാച്ചനെ ഞാൻ കാറ കളിക്കാനെത്തിയ കാറപ്പിള്ളേർ ചൊല്ലിന് എടാ അമ്പു നിന്റെ നേർപ്പങ്ങൾ കുതിച്ച് ഈ നാട്ടിലെ ആണുങ്ങൾക്കെല്ലാം തനിക്ക് ഭ്രാന്തായെന്ന്. പറയും പുലിയമ്മേ, പാച്ചൻ നിന്നെ മോഹിച്ചു വല്ലാണ്ട് വലഞ്ഞു. ആങ്ങളെ നാത്തൂനും കോപിക്കരുത്. എന്റെ മേനിയഴക് കണ്ട് മോഹിച്ച് നടക്കുന്ന മേനിക്കൊമ്പന്മാർക്ക് മേനിയഴക് മാത്രമേ കാണൂ. എന്നെപ്പോലെ കണിമുറുക്കുള്ള ഉശിരൻ കുട്ടികൾ വരട്ടെ, വില്ലെടുത്ത് കുട്ടിക്കട്ടെ. വരും കങ്ങളെ. പാച്ച, നീ എന്തിനു നെടുവീർപ്പിടുന്നു? നാളെ മത്സരത്തിൽ പങ്കെടുക്കും. ജയിച്ചു മുന്നേറി എന്റെ നേർവങ്ങൾക്ക് പുടവ കൊടുക്കും. എന്റെ ഏകമകൾ പൊന്നിയമ്മയ്ക്ക് പുടവ കൊടുക്കാൻ ഏർപ്പെടുത്തിയിരിക്കും കാര്യങ്ങൾ നാലാണ്. 1. മാമംഗലത്ത് കുലവില്ലെടുത്ത് ഉലത്ത് ഒടിക്കണം. 2. ഈ കരിമ്പൂതത്തെ തോൽപ്പിച്ച് ഈ കുണ്ടത്തിന് നടുവിലിരിക്കുന്ന താലിയും പുടവയും എടുക്കണം. ഒരു കാക്കവിളക്കിലെ എണ്ണ വറ്റും മുമ്പ് തുളുനാടൻ പടക്കുതിരകളിലേറി വെൺമണിക്കോട്ടയ്ക്ക് 7 വലത്ത് വെച്ച് മുമ്പനായി അങ്കത്തട്ടിലേറണം. അവസാനമായി ഈ കാവിലിരിക്കും കരിനാഗങ്ങളെ പാടിവരുത്തി നൃത്തം ചെയ്യിക്കണം. ഇതിൽ 3 കാര്യങ്ങൾ മുറതെറ്റാതെ ചെയ്തു നിൽക്കുന്ന മലനാട്ടുവീരന് മാമംഗലം വക 4 ദേശവും ഈ വെൺമണിക്കോട്ടയും എന്റെ പൊന്നോമന മകൾ പൊന്നിയെയും നൽകുന്നതാണെന്ന് നാടുവാഴിയുടെ മുമ്പിൽ വെച്ച് ഞാനിതാ സത്യം ചെയ്യുന്നു. നാട്ടാരെ, പൊന്നിയമ്മേന്റെ സ്വയംവരത്തിലെത്തിയിരിക്കുന്ന വീരന്മാരെ, മത്സരവേദിയിലെത്തി ജയിച്ചു വരുന്നവർക്ക് വിളംബരപ്പടിയുള്ള സകല സ്വത്തുക്കളും പൊന്നിയമ്മയെ നൽകുന്നതാണെന്ന് നാട്ടിന്റെ ഉടയവനായ നാം കൽപ്പിക്കുന്നു. ഞാനാണ് കർത്തനാടൻ നരിയപ്പൻ. ഞാൻ കരിമ്പൂതത്തോട് ഏറ്റുമുട്ടാൻ പോവുകയാണ്.
ഞമ്മക്ക് ആ തീയിലുള്ള ഇബിലീസിന്റെ പടി വേണ്ട. ഞമ്മക്ക് മുന്നം ബില്ലൊടിക്കാം. നമ്മളാണ് വളവട്ടണം മൂശാക്കുട്ടി. നമ്മള് പല ബില്ലും ഒടിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടോടെ. നമസ്കാരം. എന്റെ പേര് കൈപ്പള്ളി പാച്ചൻ. நமஸ்காரம். எந்த பேரு பொங்கல் சட்டி. நான் கரும்பூதத்தை பிடிக்க போயணும். നാട്ടാരെ, പൊന്നിയമ്മയുടെ പുടമുറി മത്സരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന 4 കാര്യങ്ങളിൽ ആരും ചെയ്യാത്ത നാഗഗാനം പാടി നാഗങ്ങളെ എന്റെ ചുറ്റും നൃത്തം ചെയ്യിക്കാൻ പോവുകയാണ്. ഞാൻ പാടി തുടങ്ങുമ്പോഴേക്കും പറഞ്ഞതനുസരിച്ച് നാഗങ്ങളെ നാനാവഴിക്കും ഇറക്കി വിട്ടോളി. മലനാട്ടിന് കുറച്ചിലുണ്ടാക്കരുത്. നാട്ടാരെ, പൊന്നിയമ്മേന്റെ സ്വയംവരത്തിന് മിടുക്കും ധൈര്യവുമുള്ള ആൺകളെ എത്തുന്ന കാലം ഇനിയും മത്സരം നടക്കും.
കുട്ടി ഒരു പാമ്പനെ കെട്ട് ഒരു പുരുഷൻ ഇങ്ങനെ ഓടാമോ? ശരിയാണ് പൊമ്മച്ചട്ടി, ഉഷിരില്ലാത്ത ഈ ബിലീസുകൾ. നമ്മളാണെങ്കിൽ ആ പാമ്പിന്റെ വാലയെ പിടിച്ച് കറക്കി ദുനിയാവിന്റെ അപ്പുറത്തിറങ്ങിയാണ്. നമുക്ക് ഒരു പണി ചെയ്യാം. എന്താ? നമ്മള് തോറ്റുപടങ്ങി നാട്ടിൽ ചെന്നാല് നെരുത്ത് കുളച്ചിലാണ്. ശരിയാ, പൊന്നിയമ്മയെ കിട്ടാതെ ജീവിക്കുന്നതിലും നല്ലത് നമുക്ക് ഈ പുള്ളിക്കാരി മറിക്കാം. അതിങ്ങനെ ഇങ്ങോട്ട് വരെ നിങ്ങൾ മയ്യത്തായുണ്ടാകും. നമുക്ക് രണ്ടാൾക്കും കൂടി പൊന്നിയമ്മയുടെ കുടുംബത്തിൽ നിന്ന് ഓളെ ചോദിക്കാം. പൊന്നിയമ്മേ, ഇങ്ങനെ പുടവ തരാൻ എത്തുന്ന ആന്തരിയെ മടക്കി അയച്ചാൽ ആരെങ്കിലും ഒരാൾ വേണ്ടേ പുടവ തരാൻ? എന്ന് വെച്ച് വരുന്ന പുരുഷന്റെ കൂടെ നായെ പോലെ കഴിയാൻ ഈ പൊന്നിക്ക് വയ്യ. വേലി കഴിച്ചില്ലെങ്കിൽ വേണ്ട. നീ ഇരിക്കുന്ന കൊമ്പ് മുറിച്ചാൽ ആറ്റിൽ വീണ് വെള്ളം കുടിച്ച് ചാവും. ഇറങ്ങി പോവിൻ, ബുദ്ധിയില്ലാത്ത മടയൻ. അയ്യോ തമ്പ്രാട്ടിമാരെ, അടിയിൽ നിലം തൊടാത്ത ഒരു കമ്പ് വേണം. പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവീന്ന് പോയിൻ. അയ്യോ, അടിയം ഭൂമിയിലല്ല സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. തമ്പ്രാട്ടിമാര് കുളിച്ചോ? ഇരിക്കും കൊമ്പ് മുറിക്കുന്ന മണ്ടച്ചാരോട് കാര്യം മോദിച്ച് ഫലമില്ല. വരും പെണ്ണുങ്ങളെ. ഇവിടെ വാ. അവിടെ നോക്കൂ. കരക്കോട്ട് കയറി. ഇതാണ് ആ കാര്യം. ഇപ്പൊ മനസ്സിലായ തമ്പ്രാട്ടി, ഇരിക്കണ മരത്തിന്റെ കൊമ്പ് മുറിച്ചാൽ അതിന്റെ സുഖം. ഇതാ, ഇത് ഉടുത്തോളി. നമുക്കൊരു ബുദ്ധി തോന്നുന്നു. പൊന്നിയമ്മയെ കുടുക്കലാക്കണ ബുദ്ധി എന്ന പഴമല. നമ്മക്കും ഒരു ബുദ്ധി. എന്താ? നമ്മ കുടുംബെ ചെന്ന് നാടുവാടിക്ക് പരാതിപ്പെടണം. എന്നിട്ട് പൊന്നിയമ്മ ഈ മരമ്പത്തിയുടെ കൂടെ പൊറുക്കുമ്പോഴ് നമ്മുടെ രണ്ടാളും കൂടെ ചെന്ന് ഓന്റെ കയ്യിൽ നിന്ന് ഓടെ തട്ടിക്കൊണ്ട് പോരണം. 6 മാസം നമ്മുടെ കെട്ടിയോള്. അപ്പോ 6 മാസം നമുക്ക്. ചന്തൂട്ടിയും ഇടുമ്പനും വന്ന കാര്യം നമുക്ക് മനസ്സിലായി. നാടുവാഴി നനച്ചാൽ പൊന്നിയമ്മയ്ക്ക് പിടവ് കൊടുക്കാൻ എനിക്ക് കഴിയും. എന്നെ ഒന്ന് സഹായിക്കണം. അങ്ങിങ്ങനെ ഒരു ഉപകാരം ചെയ്തു തന്നാൽ 2 കൊമ്പുരാനെ വാങ്ങിച്ചിരുന്ന കാര്യം ഞങ്ങളിൽ. സംഗതി ശരിയാണ്. പക്ഷേ മാമംഗലം തറവാടിന്റെ തീർപ്പറിയാതെ നാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഉറപ്പു തരിക? അസ്സലാമു മൂസാക്കുട്ടിയാ? മൂസാക്കുട്ടി മാത്രമല്ല, പൊങ്ങൻ ചെത്തിയുണ്ട്. നാടുവാഴി, നമുക്കൊരു സംശയം. എന്താണ് സംശയം? നിങ്ങള് ഈ നാടിന്റെ ഉടയോനാണല്ലോ. കാര്യം പറയേ. നാട്ടാചാരം നടപ്പിലാക്കേണ്ട ആളുമല്ലേ? കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണ് അന്നൊരു പുരുഷനിൽ നിന്ന് മുണ്ട് വാങ്ങിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഭാര്യയായി? സംശയമില്ലല്ലോ. പൊങ്ങൻ ചെത്തി. അന്നേരം കടവിൽ നിന്ന് എന്റെ മേനിയായി നോക്കി നിൽക്കുന്നു 2 കൊമ്പന്മാർ. ആരാണ് അധികാരികൾ? എന്റെ വേലിക്ക് വന്ന് തോറ്റു മടങ്ങിയില്ലേ ഉപ്പുപരണി പോലൊരുത്തൻ.
മറ്റൊരുത്തൻ ശൂരക്കോല് പോലിരിക്കുന്നു. നേര് പറഞ്ഞാൽ ആ മരം വെട്ടിയുടെ രണ്ടാം മുണ്ട് ഉടുത്ത് നാണം മറച്ച ഞാൻ കരയിൽ കയറിയത്. ഏതായാലും ആ മരം വെട്ടിയെ തേടി പിടിച്ച് ഒരു മുറി കോടി 2 പറ നെല്ലും കൊടുക്കാൻ ഏർപ്പാട് ചെയ്യും. മരം വെട്ടിക്ക് കൊടുക്കേണ്ടത് 2 പറ നെല്ലല്ല, ഒരു മുറി കോടിയല്ല. നേർ പെങ്ങൾ പൊന്നിയമ്മയാണ്. അതിന് എന്തൊക്കെ പെങ്ങളെ കണ്ടുപിടിക്കുന്നത്? ഒരു കന്നിപ്പെണ്ണ് അന്യപുരുഷത്തെ കുറവ് വാങ്ങിയാൽ അതിന്റെ അർത്ഥം ചൊല്ലി. ശരി, ഒരു മരം വെട്ടിയുടെ കയ്യിൽ നിന്ന് കുറവ് വാങ്ങുന്നതിലും നല്ലത് നിനക്ക് അവിടെ മരിച്ചൂടായിരുന്നോ? നിർത്തി. ജീവൻ പോകുന്ന മനുഷ്യൻ വൈക്കോൽ തുമ്പ് കിട്ടിയാലും കയറി പിടിക്കും. അതിന് കേട്ടുകേൾവിയില്ലാത്ത ന്യായം കൊണ്ടുവന്നിരിക്കുന്നു. കിടവി എന്താ മോളെ ചൊല്ലി? എന്തുണ്ടായി? ഞാൻ പറയാം, കേൾപ്പിൻ. വേണ്ട, ഞാൻ പറയാം. അച്ഛാ, ഞാൻ കുളിക്കാനായി പുഴയിൽ പോയി അപകടത്തിൽപ്പെട്ടു. ഒരു മരം വെട്ടി എന്നെ രക്ഷിച്ചു. നാണം മറയ്ക്കാൻ വേണ്ടി രണ്ടാം മുണ്ട് തന്നു. അതുകൊണ്ട് ആ മരം വെട്ടിയെ ഞാൻ ഭർത്താവായി സ്വീകരിക്കണമെന്ന്. എന്ത്? അങ്ങനെ പറഞ്ഞവന്റെ തല ഞാൻ അരിഞ്ഞു കളയും. നീ നിന്റെ ആളെ എന്ത് പറഞ്ഞുണ്ടായി പുറപ്പാട്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എപ്പോഴും നിന്റെ ഈ വീട്ടിൽ കഴിയുള്ള നിൽപ്പ് അത്ര നല്ലതല്ല. എങ്കിൽ പാച്ചനൊന്ന് നോക്കട്ടെ, ഇവിടെ നാടും നാടുവാഴി ഉണ്ടോ എന്ന്, നാട്ടാചാരം നടപ്പാക്കാമോ എന്ന്. മാമംഗലം തറവാട്ടിലേക്ക് പുറപ്പെടാൻ 21 നായന്മാരെ ഒരുക്കി നിർത്താൻ പറയും. നിങ്ങളും ബലി. ഞാൻ ഏതായാലും മാമംഗലം വീട്ടിലേക്ക് വരുന്നില്ല. നീ പോയി മരം വെട്ടീന്റെ കഥ പറഞ്ഞ് ആ വീടെല്ലാം കുഴപ്പത്തിലാക്കിയിട്ട് ചൊല്ലണം. കൂടാ, മനസ്സിലായി. പൊന്നിയമ്മ നിന്റെ കയ്യിൽ നിന്ന് പുട വാങ്ങാമെന്ന് സമ്മതിച്ചാൽ മരം വെട്ടിയുമായുള്ള പുടവ കൂട മാറ്റിക്കൊടുക്കാമെന്ന് പറയണം, അല്ലേ? ഞാൻ നാടുവാഴിയെ കാണാനെ കൊണ്ട് അങ്ങോട്ട് വരികയായിരുന്നു. എനിക്കൊന്നറിയണം, കന്യകയായ ഒരു പെണ്ണ് അന്യപുരുഷന്റെ കയ്യിൽ നിന്ന് പുടവ് വാങ്ങിയാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചൊല്ലി. അനന്തക്കുറുപ്പേ, നാട്ടാചാരമനുസരിച്ച് കന്യകയായ ഒരു പെണ്ണ് കുടി പിറന്നതാണേലും കൊട്ടാരത്തിൽ പിറന്നതാണേലും മറ്റൊരു പുരുഷന്റെ കയ്യിൽ നിന്ന് പുടവ് വാങ്ങിയോ ആ പെണ്ണ് അവന്റെ ഭാര്യയാണ്. സമ്മതിച്ചു, ഭാര്യയായി കൊള്ളട്ടെ. അപ്പോൾ നാടുവാഴി, പ്രശ്നങ്ങൾ ഇതോടെ അവസാനിച്ചു. പൊന്നിയമ്മ ഇങ്ങോട്ട് വിളിക്കുകയും എല്ലാവരെയും മുൻപിൽ വെച്ച് താലികെട്ടുകൂടി നടക്കട്ടെ. എന്ത് പറഞ്ഞു? എല്ലാറ്റിന്റെ തല ഞാൻ അരിഞ്ഞിടും. വരപ്പെട്ടി അനങ്ങിയാൽ നിന്നെ കൊന്നുകളയും. അച്ഛൻ സമാധാനിക്കും. ഓമക്കുറുപ്പേ, നാട് വാഴുന്നവരാണ് നാം. നീതിക്കും ന്യായത്തിനും വേണ്ടി ഒരു പൊയ്ത്ത് നടത്താനും നാം മടിക്കില്ല. സമ്മതിച്ചു നാടുവാഴി, നടത്തിക്കളയാം. നാടുവാഴി, ക്ഷമിക്കും. ഈ മരം വെട്ടിയുടെ കയ്യിൽ നിന്ന് രണ്ടാം മുണ്ട് വാങ്ങിച്ച് നാണം മറച്ചത് നേരാണ്. അതിന് കല്യാണപ്പുടവെന്ന് പേരിട്ട് എന്നെയും എന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കുന്നത് നീതിയാണോ? പറയുന്നു. അതിന് നമുക്ക് വിരോധമില്ല. നാണം മറയ്ക്കാൻ രണ്ടാം മുണ്ട് വാങ്ങിച്ചു എന്ന് കരുതി ക്ഷമിക്കാൻ നിങ്ങളൊക്കെ തയ്യാറാണ്. പറയൂ അച്ഛൻ. ഇല്ല, ഇതുമൻ ഇല്ല. മൂസാക്കുട്ടി, നമ്മൾ സമ്മതിക്കില്ല. നീതിയും ന്യായവും നടത്തിയില്ലെങ്കിൽ നാടുവാഴിയും കാണില്ല, നാടും കാണില്ല. എല്ലാത്തിനെയും നമ്മൾ കൊഞ്ഞു കുഴിച്ചുകൂടും. പടയ്ക്കുള്ള പുറപ്പാടാണ്. മര്യാദയ്ക്ക് ചൊല്ലണം. പടിപ്പുരയ്ക്കകത്തിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ തല്ലും. ഉരുവാണെടുക്കൻ ഉരുവിയെടുക്കൻ. അയ്യോ തമ്പ്രാക്കന്മാരെ, അടിയനെ വിട്ടേരെ. അടിയനെ കഞ്ഞിന്റെ വെള്ളം കുടിക്കാണ്ട് തല കറങ്ങണേ. അയ്യോ. പൊന്നി എന്റെ കയ്യിൽ നിന്നും പുടവ് വാങ്ങാമെന്ന് സമ്മതിച്ചാൽ അവളെ രക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അനന്തക്കുറുപ്പേ, പച്ചോളി ചന്തുവിന്റെ കയ്യിൽ നിന്നും പൊന്നിയമ്മ പുടവ് വാങ്ങാമെങ്കിൽ ഇപ്പോഴും ഈ മരം വെട്ടിയെ നമുക്ക് ഒഴിവാക്കാം. ഇല്ല. എന്റെ ആങ്ങളെ പാച്ചന്റെ കയ്യിൽ നിന്നും പുറവ് വാങ്ങാമെന്ന് സമ്മതിച്ചാൽ നിനക്കിപ്പോഴും ഈ മാനിക്കടലിൽ നിന്നും കരകയറാം. ഇല്ല ഇല്ല മോളെ, പാച്ചന്റെ കയ്യിൽ നിന്ന് പുടവ് വാങ്ങാമെന്ന് സമ്മതിക്കും മോളെ. ഈ കുടുംബത്തിന്റെ മാനം രക്ഷിക്കും മോളെ. ഇല്ല, നേരും നെറിയുമില്ലാത്ത ഇവരോടൊത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എന്റെ ജീവനും മാനവും രക്ഷിച്ച മരം വെട്ടിയിലൂടെ ജീവിതം അവസാനിപ്പിക്കുന്നതാണ്. മരപ്പെട്ടി, സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ തലകളെ. അയ്യോ തമ്പ്ര, എന്താണ് ഈ പറയണത്? ഈ തമ്പുരാട്ടി വെള്ളത്തിൽ നിന്ന് കയറാൻ കഴിയാതെ നിന്നപ്പോ അടിയെ രണ്ടാം മുണ്ട് അഴിച്ചു കൊടുത്തത് നേരാണ്. എടാ മരം വെട്ടി, നീ ഒരു ഭാഗ്യവാനാണ്. ഈ മലനാട്ടിലെ ആന്തരികളെല്ലാം കൊതിച്ചിട്ടും കിട്ടാത്ത പൊന്നിയമ്മ ഇന്നു മുതൽ നിന്റെ ഭാര്യയാണ്. അയ്യോ നാടുവാഴി,
പൊന്നിക്ക് ഞങ്ങൾ 5 ആംഗ്ലമാരാണ്. ഞങ്ങളിൽ ഒരു തുള്ളി ചോരയുണ്ടെങ്കിൽ ഈ പറയന് പൊന്നിയെ പിടിച്ചു കൊടുക്കാൻ സമ്മതിക്കില്ല. എങ്കിലും എന്ന് കണ്ടു കളയാം. എന്ത് നീ നിൽക്കാൻ കഴിച്ചത് നമുക്ക് നാടാമൊക്കെ. ഞാൻ കാരണം എന്റെ അച്ഛന്റെ ഒരു തുള്ളി ചോര പൊടിയാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ പൊന്നാങ്ങളന്മാരുടെ ഒരു തുള്ളി ചോര പൊടിയാൻ ഞാൻ സമ്മതിക്കില്ല. നാട്ടാചാരം അനുസരിച്ച് ഞാൻ പുടവ വാങ്ങിയ പുരുഷന്റെ കൂടെ പോയേ പറ്റൂ. ഇന്നു മുതൽ ഈ മരം വെട്ടി എന്റെ പുരുഷനാണ്. നിന്റെ നാക്കാർക്ക് ഞാൻ താഴെയിടും. കുറച്ചിൽ അച്ഛാ, മകള് ചെയ്ത തെറ്റിന് ഈ വീട് പൊറുക്കണ്ട, ഞാൻ സഹിച്ചോളാം. മുന്നേ നീ ഞങ്ങളുടെ ചങ്കിലാണ് കഠാര കുത്തി ഇറക്കുന്നത്. ഞങ്ങളിത് സഹിക്കില്ല. അറിയാം അങ്ങനെ. പൊന്നി, നീ മാനക്കേട് ചുമക്കാൻ തീരുമാനിച്ചാൽ ഈ പഠിപ്പയെ കേട്ടുകയില്ല. സത്യം. വേണ്ടച്ചാ, എനിക്കുള്ള ഓഹരി സ്ഥലത്ത് ഞാനും എന്റെ ഭർത്താവും പോയി താമസിച്ചോളാം. കുറ്റവും കുറവും ഇല്ലാത്ത ആരെങ്കിലും കൂട്ടുകാരികളുണ്ടെങ്കിൽ എന്റെ കൂടെ വന്ന് താമസിക്കട്ടെ. വേണ്ട നേരാങ്ങളെ, നീ വളർന്നു വരുമ്പോൾ ഞാൻ കാരണം നിനക്കൊരു കുറവും വരരുത്. അയ്യോ തമ്പുരാട്ടി, അടിയനെ ദ്രോഹിക്കല്ലേ. ഞാൻ തമ്പുരാട്ടിയല്ല, ഇന്നു മുതൽ അങ്ങയുടെ ഭാര്യയാണ്. മരം വെട്ടി നീ പൊന്നിയെ കൊണ്ട് പോയിക്കോളേ. മാമംഗലം പൊന്നിയെ കിട്ടാൻ അരയും തലയും മുറുക്കി നടന്ന് തോറ്റ് പാല് മടക്കി ഓടിയ കയ്യന്മാരോട് പൊന്നി മൊഴിയണ്. ഇന്നേക്ക് 101-ാം നാൾ ഈ മരം വെട്ടിയെ പൊന്നിക്ക് ചേർന്ന പൊന്മാരനാക്കി ഞാൻ മാറ്റും. തുണയുണ്ടെങ്കിൽ അന്നെങ്കിലും ഈ മരം വെട്ടിയോട് ഏറ്റുമുട്ടി ജയിച്ചു വന്നാൽ അവന് ഞാൻ പെണ്ണായിരിക്കും. അതുവരെ ഈ പൊന്നി കന്യകയായിരിക്കും. ഭാവിൽ അമ്മയാണേ സത്യം, കളറി ദൈവങ്ങളാണേ സത്യം. സത്യം, ഈ ഉടവാളാണ് സത്യം. വേണ്ട മോനെ, അടുത്ത ജന്മമുണ്ടെങ്കിൽ നമുക്കൊന്നിച്ച് കാണാം. വരും. മൂലം, ശ്രീമൂലം, കുട്ടിയമ്മയുടെ നാള് പൂരാടം. മോളി എന്ന് ജോത്സ്യന് കുറച്ച് പാലെടുത്തോണ്ട് വാ. ജോത്സ്യരെ, നാളെ ചേർന്നാലും ഇല്ലേലും കല്യാണ മുഹൂർത്തം നിശ്ചയിച്ചോളി. പ്രതിവിധി ഉണ്ടാക്കാം. മോൻ നല്ല സമയത്ത് തന്നെ വന്നു. എന്തോന്നാ നല്ല സമയം? മോനെ, നിന്റെയും കുട്ടിയമ്മയുടെയും വിവാഹം നിശ്ചയിക്കാൻ പോവാ. എനിക്കൊരു വ്രതമുണ്ട്. 101 ദിവസം കഴിഞ്ഞ് നിശ്ചയിച്ചാൽ മതി. അയ്യോ, ഈ കൊട്ടാരം കണ്ടപ്പോ അടിയന് തല ചുട്ടണേ. തമിഴത്തി തമിഴത്തി അറിയൊരു കരിമ്പാമ്പ്. കരിമ്പാമ്പോ? എവിടെ? അറിയില്ല.
അയ്യോ അയ്യോ. നാഗമണിക്കോട്ടയിലെ നാഗപ്പാമ്പേ, ഏഴിലം പാലച്ചോട്ടിൽ വാഴും പാമ്പേ. നാഗമണിക്കോട്ടയിലെ നാഗപ്പാമ്പേ, ഏഴിലം പാലച്ചോട്ടിൽ വാഴും പാമ്പേ. പാഴേ പോകുന്ന രാരച്ചൻ പാമ്പാട്ടി കൂടയിൽ പോറ്റുന്ന പാമ്പേവാ പാമ്പേവാ. അയ്യോ നല്ല പാമ്പ്, എനിക്കിതിന്റെ തല ചെത്തിക്കളഞ്ഞ് ചുട്ടു തിന്നണം. എന്തിന്? ഇവിടെ പാലുണ്ട്, പഴമുണ്ട്, പാൽപ്പായസം കൂട്ടി ഊണുമുണ്ട്. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ഇവിടെ കിട്ടും. അത് നിറഞ്ഞേക്കൂ. അയ്യോ എന്റെ മുഖത്തേക്ക് നോക്കൂ. എന്തിനാണ് ആലോചിക്കുന്നത്? നിങ്ങൾ എന്റെ ഭർത്താവാണ്. കുളിച്ച് ചന്ദനക്കുറിയും ചാർത്തി, വീരാളി പട്ടുടുത്ത്, മാറത്ത് മണിമാലയും ചാർത്തി നമുക്ക് ഈ കൊട്ടാരത്തിലെ രാജാവും രാജ്ഞിയുമായി കഴിയണം. അയ്യോ വേണ്ട, എനിക്കങ്ങ് കാരാമെ പിടിക്കാൻ പോണം. പിന്നെ ഈ പൊന്നി മഹാദേശക്കാരിയാണ്. നിങ്ങളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും എനിക്ക് അധികാരമുണ്ട്. എന്നെ കൊല്ല. കരയല്ലേ? നാട്ടുകാരോട് ഞാൻ ചെയ്ത ശബ്ദം കേട്ടില്ലേ? ഇന്നേക്ക് 101-ാം ദിവസം നിങ്ങളെ ഏറ്റവും വലിയ പോരാളിയാക്കി മാറ്റി ആ കയ്യന്മാരോട് പൊരുന്നുമെന്ന്. ആ വരും, കുളിക്കും. തോഴിമാരെ, എന്നെയും താളിയും എടുത്തു വയ്ക്കും. ഉത്തരവ്. പോകൻ. ഇവിടെ നോക്കി. നല്ല കണ്ണ്, നല്ല മൂക്ക്, ചീകി ഒതുക്കിയാൽ മീനിയൊത്ത മുടിയഴക്, മുല്ലപ്പൂ പോലുള്ള പല്ല്. തോഴിമാരെ, കുളിച്ച് ഏറെ നാളായി കാണും. ചേർ കത്ത പിടിച്ചിരിപ്പുണ്ട്. എന്നാലും വേഗം നോവാതെ കുളിപ്പിക്കണം. ശരി, വരൂ. എഴുന്നേൽക്കൂ. അമ്പോ, അതാ നോക്കി. ശ്രീരാമൻ ജനക കൊട്ടാരത്തിലെത്തി വില്ലൊടിച്ച് സീതാദേവിയെ പാണിഗ്രഹണം ചെയ്യുന്നു. പെങ്ങൾ എവിടെ പോയാലും എന്റെ അമ്പുമോനെ കൂടെ കൊണ്ടുപോകും. മോനെ, പൊന്നി കാരണം ഈ കുടുംബം കണ്ണീരിലാണ്ടു. ഇനി നീയും ഇങ്ങനെ കഞ്ഞിയും വെള്ളവും കുടിക്കാണ്ടിരുന്നാൽ എല്ലാരും ഒന്നിച്ചു മരിക്കേ വേണ്ടു. എന്റെ പൊന്നുമോനല്ലേ വന്നൂണ് കഴിക്കുന്നു. കാറപ്പിള്ളേരെന്നെ കളിയാക്കണമേ. കൂടെ പിറന്നവളെ കാണാനൊക്കാത്ത മഹാപാപിയാണ് ഞാനെന്ന്. എന്റെ നേർപ്പങ്ങളെ കൂട്ടിക്കൊണ്ടുവരാതെ ഞാൻ ഒന്നും കഴിക്കില്ല. പൊന്നുമോൻ കരയാതെ. നാളെ ഏറെ കഴിയുമ്പോൾ നാടും നാട്ടാരും ഈ കഥയങ്ങ് മറക്കും. അപ്പോൾ അച്ഛൻ മോനെ കൊണ്ടുപോയി പൊന്നിയേട്ടത്തെ കാണിക്കാം. മോനെ അബു, ഈ പാൽക്കഞ്ഞി കുടിക്കൂ. കുടിക്കും മോനെ. എന്റെ പൊന്നു പെങ്ങളെ നാട് കിടത്തിയ മൂതൻ. പറയണേനും ചെയ്യണേനും ഒരു അതിരും. നിങ്ങളൊക്കെ പോയി. അവൻ പട്ടിണി കിടന്നു പോയി. എന്തുമാത്രം ചേരായിരുന്നു ദേഹത്തിൽ. അല്ല പെണ്ണ്? അതെ അതെ, കുളിപ്പിച്ച് കുളം കൂടി കറുത്തുപോയി. എന്തിനാ ഈ ചേറ് കഴുകി കളയാൻ പോയത്? ശരീരത്തിനൊരു ബലമായിരുന്നു. ആ, ഇവിടെ ഇരുന്നോളി, അനങ്ങി പോകരുത്. തമ്പുരാട്ടി ഇപ്പോ വരും.
അയ്യോ ആളിനെ കണ്ടില്ലല്ലോ, എവിടെ പോയി? ആഹാ, ഇവിടെയുണ്ടോ? വരി. ആ, ഇവിടെ ഇരിക്കും. അയ്യോ ഇരിക്കണ്ട, എനിക്ക് തേവള്ളിക്കാട്ടിൽ മരം വെട്ടാൻ പോണ കാലത്ത് പഴങ്കഞ്ഞിയും കുട്ടിച്ചോണ്ടിങ്ങ് വരാം. എവിടെയും പോണ്ട, അക്ഷരാഭ്യാസം ചെയ്യണ്ടേ? അഭ്യാസമൊന്നും വേണ്ട. പയറ്റ് പഠിക്കണ്ടേ? ആ പയറ്റ് പഠിക്കണം. മലയിലൊരു മഞ്ഞക്കില്ലേ പാട്ട് പാടുന്നു, പാട്ടുകേട്ട് കുരുവി കുട്ടൻ തളം പിടിച്ചല്ലോ, തന്നല്ലേ തന്നാലേ തന്നല്ല തന്നാലേ. കൊള്ളാം. ഇതുപോലെ എല്ലാ വിദ്യകളും പഠിച്ച് നമുക്ക് നാട്ടാതെ മുൻപിലേക്ക് ചെല്ലണം, വെല്ലുപിടിക്കണം. ഇരിക്കും. അയ്യോ ഇരിക്കണ്ട, ഇരുന്നാലേ ഞാൻ അങ്ങനെ തൊപ്പോന്ന് താഴെ വീഴും. ഒന്നും വീഴില്ല. അയ്യോ അയ്യോ തൊപ്പോന്ന് താഴെ വീഴും. മോളെ നില്ല്, മോളെ നില്ല്. വേണ്ട അപ്പച്ചി, വേണ്ട. ഇനി എന്നെ എങ്ങനെ കുരങ്ങി എളുപ്പിക്കണ്ട. എന്റെ മോളെ, ചന്തുവിന് 101 ദിവസത്തെ വ്രതമുണ്ട്. അത് കഴിഞ്ഞാൽ ഉടൻ നിനക്ക് പുടവ തരും. വ്രതം എന്തിനാണെന്ന് എനിക്കറിയാം. നാടാകെ പെണ്ണിന് തേടി നടക്കുന്ന പുരുഷനെ എനിക്ക് വേണ്ട. എന്റെ പൊന്നു മോളെ, എനിക്ക് ആണും പെണ്ണുമായിട്ട് അവൻ മാത്രമേ ഉള്ളൂ. അവന്റെ കുറ്റവും കുറവും മറക്കാനും പൊറുക്കാനും ഉറപ്പൊന്നല്ലാതെ മറ്റാര് വരും? വാ മോളെ, വാ. മതി. ആ മരം വെട്ടിയെ കുന്ന് പൊന്നിയെ കൊണ്ടുവരേണ്ട കാര്യം ഞാൻ ഏറ്റു. ചന്തു, നീതി ന്യായം നോക്കിയേ പറ്റൂ. ശരിയാണ്. വാള് കണ്ടാൽ വിറയ്ക്കുന്ന മരം വെട്ടിയെ തോൽപ്പിക്കാൻ ഈ പൊങ്ങൻചട്ടിക്ക് പോലും കഴിയും. 101 ദിവസം കൂടി ഒന്ന് ക്ഷമിച്ചിരിക്കേ. ഞാനാണ് അങ്ങയെ ആദ്യമായി അക്ഷരാഭ്യാസം പഠിപ്പിക്കുന്നത്. ആ ദക്ഷിണ എന്റെ കയ്യിൽ തരും, 2 കൈ കൊണ്ട് തരും. തൊഴിൽ ഇരിക്കാൻ. ഇപ്പോൾ ഞാൻ അങ്ങയുടെ ഗുരു. ഞാൻ ആരാന്ന് പറയും? ഗുരു. ഗുരുവല്ല, ഗുരു. ഗുരു 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 ഗുരു. ഗുരു. ആ, അങ്ങ് ശിഷ്യൻ പറയും. അങ്ങ് ശിഷ്യൻ പറയും. അല്ല, ശിഷ്യൻ. 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 ഈ ഗുരുശിക്ഷ ബന്ധമാണ് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ബന്ധം. ഹരി. അരി. അല്ല, അരി. ഹരി. ഹരി. ആ, ശ്രീ. സ്ത്രീ. ശ്രീ. 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 ആ. ഗണപതായേ നമഃ. ഗണപതി നാമ. ഗണപതായേ നമഃ. ഗണപതായേ നമഃ. മണ്ണിൽ നിന്നവൾ കണ്ടെടുത്ത ജഡമാം മൺകട്ടയെ വിദ്യതൻ സ്വർണച്ചൂളയിൽ വെച്ചു നീറ്റി നവമാം മാണിക്യമായി മാറ്റിനാൾ പൊന്നി. പിന്നെയവൾ സ്വജന്മമവനായി അർപ്പിച്ചു തൻ ജീവിതം മണ്ണിൽ ധന്യമതാകുവാൻ തരുണനെ തൻ കാന്തനായ എണ്ണിനാൾ.
101 ദിവസമാണ്. അതെ, ഇന്ന് കാളികാവ് ക്ഷേത്രനടയിൽ എന്റെ ഗുരുവിനെ പിടിച്ചുകൊണ്ടുപോകാൻ കൊതികൊണ്ടുവരുന്ന വീരന്മാരെത്തും. തുണയുണ്ടെങ്കിൽ വരട്ടെ. നന്നായി പൊരുതണം, ഒന്നും മറക്കരുത്. മറക്കാനല്ല ഗുരുവേ ഞാൻ പഠിച്ചത്. ഓങ്കാര ശബ്ദം മുതൽ എനിക്ക് ഓടിത്തുന്ന എല്ലാ വിദ്യകളും അണുവിട കൂടാതെ തെറ്റുകൂടാതെ ഞാൻ ചെയ്യും. തോൽവിയോട് അടുക്കുമ്പോൾ ശത്രുക്കൾ പരിഹസിച്ച് മനസ്സ് പതറിക്കാൻ നോക്കും. എല്ലാത്തിനും മുൻപ് പളുങ്കൻ പഠിച്ചത് ആപത്തിൽ മനസ്സുറച്ചു നിൽക്കാനാണ്. പതറാത്ത മനസ്സിന്റെ മുമ്പിൽ ആകാശം വിടിഞ്ഞു വീണാലും നിൽക്കും എന്ന് വിരൽ ചൂണ്ടിയാൽ അതവിടെ നിൽക്കും. കൊള്ളാം. കാവിലമ്മേ, എനിക്ക് കനിഞ്ഞു തന്ന ഈ പോരാളിക്ക് ഒരാപത്തും വരുത്തരുതേ. മരിച്ചുപോയ ആരോ മത്സ്യകരുടെ മേനിഴകൊണ്ടല്ലോ. ഇവൻ തന്നെയാണോ ആ മരമട്ടി? അതെ, കുപ്പയിൽ കിടന്ന കനകക്കട്ട. നാട്ടാരെ, എന്റെ ശബ്ദപ്പടി 101 ദിവസം ഇതാ എന്റെ മരം വെട്ടിയെ നിങ്ങളുടെ മുൻപിൽ നിർത്തിയിരിക്കുന്നു. എന്റെ സ്വയംവരത്തിന് ഏർപ്പെടുത്തിയ 4 കാര്യങ്ങളും ചെയ്യാൻ കരുത്തുള്ളോൺ. പണ്ട് വില്ലെടുത്ത് നടുവൊടിഞ്ഞു ഓടിയ വീരന്മാരെ നിങ്ങൾ നോക്കിക്കൊള്ളേ. ഇന്നലെ വരെ മരം വെട്ടി നടന്ന കാടൻ പളുങ്കനല്ല ഇവൻ. ഇവനെ നാം ദുർഗാദാസൻ എന്ന് പേര് വിളിക്കുന്നു. നാട്ടാരെ, ജാതിയും തൊഴിലും ചൊല്ലി ആക്ഷേപിച്ച കയ്യന്മാരെ, എനിക്ക് പുടവ തരാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാ മത്സരങ്ങളിലും ജയിച്ചു വരാതെ ഞാൻ ഈ മനുഷ്യന്റെ കൂടെ അന്തി ഉറങ്ങില്ല. കാവിൽ അമ്മയാണ് സത്യം. എനിക്കുണ്ട നടുവിലിരിക്കും കരിമ്പൂതത്തോട് ഏറ്റുമുട്ടി എനിക്കുള്ള താലിയും പുടവയും എടുത്തോണ്ട് വരുന്നു. പഴയ മരം വെട്ടി തന്നെയാണ്. എനിക്കും അത് തന്നെയാണ് സംശയം. വരട്ടെ മാറ്റി നോക്കാം. നമ്മൾ വല്ല കിനാവും കാണുകയാണോ? കൊങ്ങ ആ ഇബിലീസിനെ അവൻ കൊന്നോ? കൊന്നു. മൂന്നാമത്തെ മത്സരപ്പടി ഇതാ എന്റെ പുരുഷൻ കാവിലിരിക്കും കരിനാഗങ്ങളെ പാടി വരുത്താൻ പോകുന്നു. രാവിലെ സന്ധ്യാപൂജ കഴിഞ്ഞിട്ട് തുടങ്ങാം.
നന്ദു, എന്തിന് കരിമ്പോത്തിനെ പോലെ നോക്കുന്നു? അശ്വങ്ങൾ പുറപ്പെടുവാൻ സമയമായി. ഈ ക്ഷേത്രക്കൊടി മുകളിലെത്തുമ്പോൾ കതിരാവടികൾ മുഴങ്ങും. സ്വയംവരത്തിനുള്ള എല്ലാ മത്സരങ്ങളിലും ഇവൻ ഒന്നാമനായി ജയിച്ചു കഴിഞ്ഞു. തീർന്നിട്ടില്ല. ഈ മരം വെട്ടിയുടെ വാളിന്റെ ഊറ്റം നോക്കി ജയിച്ചു വന്നാൽ അവന് ഞാൻ പെണ്ണായിരിക്കും. ഒരു മരം വെട്ടിയോട് തോൽക്കുക. നിങ്ങളൊരു കാര്യം ചെയ്യും. അവന്റെ മനസ്സ് പതറിക്കാനായി വായിൽ വരുന്നൊക്കെ വിളിച്ച് പറയുന്നു. മരം വെട്ടി കാരാമതി മഴ അന്നാൽ മഴ വേണേ. ക്ഷമിക്കിൻ. ഒളിച്ചിരുന്ന് ഓലിയിടുന്ന ഊളന്മാരോടല്ല നമ്മൾ പൊരുതേണ്ടത്. നാട്ടാരെ, ആക്ഷേപം കേട്ടില്ലയോ? മരം വെട്ടി കാട്ടുപറയൻ. കുടുംബത്തിലെ നെയ്യും ചോറും തിന്ന് കുമ്പവിർത്ത പണിയെടുക്കാത്ത അനങ്ങാ പാറകളെ. കൊല്ലപ്പണിക്കൻ പണിഞ്ഞു തന്ന വാളിന്റെ ഊറ്റവും കാണിച്ചു നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, വാൾമുന കൊണ്ട് തുള്ളി ചോര പൊടിഞ്ഞാൽ പൊറുക്കണമെങ്കിൽ പറയൻ പറിച്ചുകൊണ്ടുവരുന്ന പച്ച മരുന്ന് വേണ്ടേ? ചൊല്ലിൻ. നിന്റെ നാക്ക് ഞാൻ അറിഞ്ഞോളയും. എന്തിന് കലികേറുന്നു? നാടുവാഴും തമ്പുരാനെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഭദ്രകാളിന്റെ അനുഗ്രഹം കിട്ടിയ കാളിദാസനാര്? പറയണോ തമ്പുരാനോ? ചൊല്ലിൻ. ചിദംബരനാഥന്റെ ദർശനം കിട്ടിയ നന്ദനാരാരെന്ന് ചൊല്ലിൻ. പറയണോ തമ്പുരാനോ? ഭക്തപാക്കനാർ പറയനല്ലേ? ചൊല്ലിൻ. എന്തിനേറെ പറയുന്നു? ഈ മലനാട്ടിന്റെ മക്കളെല്ലാം പറയപ്പെട്ട പന്തിരെ കുളത്തിന്നുണ്ടായതല്ലേ? അടച്ചോനെ, ഈ നമുക്ക് എന്താണ് ഈ പറയുന്നത്? നമ്മളെല്ലാം പറച്ചിന്റെ മക്കളാണെന്നാ. മിണ്ടാതിരിക്കും. എന്താ ഉത്തരമില്ലേ? ഇതാ പൊന്നി വീണ്ടും ചൊല്ലണ്. ഈ മലനാട്ടിൽ ഏതേലും ഒരു പോരാളി ഉണ്ടെങ്കിൽ വരിൻ, ചുരികയും പരിചയും എടുക്കിൻ. ആരെങ്കിലും കൂട്ടുണ്ടെങ്കിൽ വരിൻ.
നാറികളെ നിൽക്കണ. ഈ മലനാട്ടിൽ പാണനെന്നോ പറയനെന്നോ പറഞ്ഞ് ആക്ഷേപിച്ചാൽ അവന്റെ തല കാണില്ല, ഓർമ്മയിരിക്കട്ടെ. പൊറുക്കണം കുട്ടിയമ്മേ, നമ്മുടെ വിവാഹത്തിന് മുമ്പ് തന്നെ എന്റെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും നീ അനുഭവിച്ചു കഴിഞ്ഞില്ലേ? ഇനി മേലിൽ വേണ്ട, ചന്തുവേട്ടന്റെ ഗുണവും ദോഷവും ഇനി എനിക്ക് ആവശ്യമില്ല. 101 രാവുകൾ മറ്റൊരു പെണ്ണിന് വേണ്ടി. പൊറുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? മേലെല്ലാം വല്ലാണ്ട് വേദനിക്കണം. ഈ ചോരയെല്ലാം ഒന്ന് ഒപ്പിത്തറി. ഇത് ചോരയല്ല, പൊന്നിയമ്മയുടെ തുപ്പൽ കോളാമ്പിക്കുള്ള ഏറാണ്. ഇത് തുടയ്ക്കേണ്ടത് ഞാനല്ല. ഞാൻ കൊല്ല്, എന്നെ കൊല്ല്, കൊല്ല. ഇറങ്ങി പോവന്റെ മുമ്പിൽ. പോകാം, പോകാം. എടി അമുക്കളെ, പുരുഷന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടിയാണ് പടച്ചോൻ പെണ്ണുങ്ങളെ പടച്ചിരിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് വേണ്ടിയല്ല. നമുക്ക് തോന്നുമ്പോ കിട്ടും, തോന്നുമ്പോ ആയിരിക്കും. അപ്പൊ ഞമ്മളൊന്ന് ചോദിക്കട്ടെ, ഞങ്ങൾ പെണ്ണുങ്ങൾ നിങ്ങളെ പോലെ തുടങ്ങിയാലോ? ഞമ്മക്ക് ഇഷ്ടമുള്ള പുരുഷന്മാരെ കാണുമ്പോ പോകും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ വരും. നിങ്ങൾ പോകുമല്ലേ? നമ്മുടെ മുഖത്തല്ലാതെ അന്യ ഒരു പുരുഷന്റെ മുഖത്ത് നോക്കിപ്പോയാൽ എല്ലാത്തിനും മയ്യത്താക്കളെ. ഇല്ല, ഈ കുറച്ചിൽ മലനാട് സഹിക്കില്ല. ആ മരംവെട്ടിയും ഒരു വായാടിയും കാട്ടുന്ന അക്രമങ്ങൾ കണ്ടു നിൽക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങളെയും ക്ഷമിക്കും ചന്തൂട്ടി. നമ്മൾ എങ്ങനെ ക്ഷമിക്കും? കടിച്ചതും പോയി, പിടിച്ചതും പോയി, ഒറ്റാലി കറന്നതും പോയി. പടച്ചോനെ, നമ്മുടെ മുഖീന്ന് കെട്ടിയോളുമാരുടെ മണവും പോയി. ഒന്ന് വീശിത്തര, ഒരു പെണ്ണിന്റെ പൊടിയുണ്ട്. ഗുരുവായൂരപ്പ, നിങ്ങൾ പണനയിക്കുന്നതിൽ നമുക്ക് വിരോധമില്ല. പക്ഷേ ദുർഗാദാസന്റെ ഊറ്റം കണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് അവന് വെല്ലാൻ പറ്റിയ ഒരു അംഗച്ചേവകരെ തേടി. അംഗച്ചേവകർ? പുത്തൂരം വീട്ടിൽ ആരോമൽ ചേവകരുടെ മകൻ കണ്ണപ്പനുണ്ണി എന്ന ചേവകനെ കുറിച്ച് കേട്ടിരിക്കണം. അതെ, പുത്തരി അംഗത്തിൽ അരിങ്ങോടരെ മുറിച്ചുരിയ കൊണ്ട് എറിഞ്ഞുകൊന്ന ആരോമൽ ചേകവരുടെ മകൻ കണ്ണപ്പനുണ്ണി. ഞങ്ങളും പരിസ്ഥിതി കേട്ടിരിക്കണു ഓനെ പറ്റി. എന്നാ നമുക്ക് പുറപ്പെടാം. പൊന്നോപന മോൻ ആരോമൽ ചേവര് പോയി. എന്റെ അരുമോളും ഉണ്ണിയാർച്ചയും പോയി. പുത്തൂരം വീട്ടിനെ പറ്റി പാടി നടന്ന പാടലും പോയി. ഇതെല്ലാം കാണാനും കേൾക്കാനും എന്തിനെന്റെ കാലമേ എന്നെ ഉയിരോടെ ഇട്ടിരിക്കുന്നു. എന്താണ് ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. എന്തോ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തുപോയി. കണ്ണപ്പനുണ്ണി കുതിര വാങ്ങാൻ പോയിട്ട് മടങ്ങി വന്നില്ലേ? വന്നില്ല. ആ, എന്താ ചെയ്യുക? ചോദിക്കാനുള്ളവരൊക്കെ പോയി, ബാക്കിയുള്ളവർക്ക് വയസ്സുമായി. തോന്നുമ്പോ വരട്ടെ. ആ, അവന്റെ മുറപ്പെണ്ണെന്തിയെ കുഞ്ഞിദേവി? അവൾ അവനെയും കാത്ത് പഠിപ്പുരയിൽ നിൽപ്പാ. കുഞ്ഞെപ്പോഴും ആരെയാ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഞാനേ, നമ്മുടെ പൂവാലി പശു കയറ് പൊട്ടി ഓടിപ്പോയി, അവളെ നോക്കുകയായിരുന്നു. ആ, അവളെ ഇപ്പൊ കയറ് പൊട്ടിക്കുന്ന പ്രായ. ഏതായാലും കുഞ്ഞിഞ്ഞു പോരെ, അവക്ക് വീട് നല്ല നിശ്ചയമാ. കണ്ണപ്പുറന്ന് തമ്പുരാൻ വരികയെന്ന് തോന്നുന്നു. നിങ്ങൾ ആരാ? എവിടുന്ന് വരുന്നു? ഞങ്ങൾ 10-100 നാഴി അകലെന്ന
കണ്ണപ്പനുണ്ണിയെ കാണാൻ എത്തിയത്. ഇതാരാണ്? കണ്ണപ്പനുണ്ണിയുടെ നേർപ്പങ്ങളായിരിക്കും. അല്ല, മുറപ്പെണ്ണ്. പേര് കുഞ്ഞുദേവി, ഉണ്ണിയാർച്ചമ്മയുടെ ഒരേ ഒരു മകൾ. ഉണ്ണിയാർച്ചമ്മയുടെ മകൾ? നമസ്കാരം. നമസ്കാരം. കുഞ്ഞുദേവി എന്നെ പറ്റി കേട്ടിരിക്കുമല്ലോ. തച്ചോളി കുഞ്ഞി ചന്തുവാണ് ഞാൻ. ഇല്ല, എന്റെ അമ്മാവിനെ കുത്തുവിളക്ക് കൊണ്ട് കുത്തിക്കൊന്ന് ഒരു ചതിയനായ ചന്തുവിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഞാനാണ് കൈപ്പള്ളി പാച്ചൻ. ഇല്ല, കൈപ്പള്ളി പാലാട്ട് കോമക്കുറുപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. ഇളവന്നൂർ ഇടുമ്പൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറയാം. പൊങ്ങൻ ചെട്ടിയാർ. നമ്മളാണ് വളപട്ടണം മൂശാക്കുട്ടി. ആട്ടെ, നിങ്ങൾ ആരാണ്? ഞാൻ ഇവിടുത്തെ അടിച്ചുതലിക്കാരി ഉമ്മിണി. ആ, അടിച്ചുകളിക്കാരി ആണെങ്കിലും ഉമ്മിണിയുടെ മുഖത്തൊരു മൊഞ്ചുണ്ട്. വരും വരും. കണ്ണപ്പനുണ്ണി തമ്പുരാനെ കാണാൻ ഒരു കൂട്ടം ആളുകൾ എത്തിയിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. ഞാനാണ് പുത്തൂരം വീട്ടിലെ കണ്ണപ്പൻ ചേകവൻ. എന്റെ മകൻ ആറോമോ ചേകവരുടെ മകനാണ് കണ്ണപ്പനുണ്ണി. ഇത് കണ്ണപ്പനുണ്ണിയുടെ അമ്മ കുഞ്ഞുണ്ണൂരി. ഞങ്ങളൊരു അംഗത്തിന് കണ്ണപ്പനുണ്ണിയെ ക്ഷണിക്കാൻ വന്നത്. ചോദിപ്പോളം അംഗക്കിഴിപ്പണം കൊണ്ടുവന്നിരിക്കണം. ഇല്ല, എന്റെ മകനെ ഞാൻ അംഗത്തിന് അയക്കയില്ല. അയക്കണ്ട, ഞാൻ വരാം അംഗത്തിന്. അംഗക്കിഴി പണം ഒടിക്കുന്നു. മുത്തശ്ശി എന്തിനാ പോകുന്നത്? ഞാൻ പോകാം അംഗത്തിന്. എന്റെ അമ്മ ഉണ്ണിയാർച്ച നനമുണ്ട് കൊണ്ട് നാദാപുരത്ത് അങ്ങാടി പൊടി തൊള്ളിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കുഞ്ഞുദേവി, നിർത്തും. അംഗം കളരിയിൽ ഇപ്പോഴും ചോരക്കച്ച ഉണങ്ങാതിരിക്കുന്നു. കണ്ണു നനയാതെ പായ്ത്തലക്കൽ ഇന്നും പോകാനൊക്കില്ല. നിങ്ങൾ ക്ഷമിക്കണ്ട. കണ്ണപ്പനുണ്ണി വരട്ടെ, ഞാൻ അവരെ അംഗത്തിനയക്കാം. സമാധാനമായി പോയി. സമ്പ്രതി, അദ്ദേഹം കാത്തിരുന്ന് വിഷമിച്ചിട്ടുണ്ടാവും. ഞാൻ വരാൻ താമസിച്ചു. ഉറക്കം വരുന്നുവല്ലേ? 101 രാത്രികളിലും ഇതേ സമയത്ത് ഞാൻ ഉറങ്ങിയിട്ടില്ലല്ലോ. പിന്നെന്താ ഇന്ന് മാത്രം ഈ ചോദ്യം? അഗ്നി പരീക്ഷണം കഴിഞ്ഞ സീതാദേവിയെ പോലെയാണ് ഇന്നെന്റെ മനസ്സ്. രാവണിൽ നിന്നും സീതയെ മോചിപ്പിച്ച ശ്രീരാമചന്ദ്രനെ പോലെയാണ് ഇപ്പൊ ഞാൻ. എന്റെ മനസ്സ് നിറയെ സംശയം. സംശയമോ? എന്നെയോ? ഗുരുവിനോടൊരു അപേക്ഷ. രാവണനോട് യുദ്ധം ചെയ്ത് ക്ഷീണിച്ച ഹനുമാൻ ഉറങ്ങാൻ രാമചന്ദ്രനും സീതയും അനുവാദം കൊടുത്തിരുന്നു. അതുപോലെ എനിക്കും. അങ്ങ് ഹനുമാനല്ല, എന്റെ ശ്രീരാമചന്ദ്രനാണ്. ഗുരുവിന്റെ ആജ്ഞ ലംഘിച്ചാലുള്ള ശിക്ഷ അറിയാമല്ലോ. അറിയാം. സ്വന്തം മാംസത്തിൽ വണ്ട് തുളച്ചു കയറിയിട്ടും ഗുരുവിന്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്താത്ത കർണനെ കുറിച്ച് പഠിപ്പിച്ചതും അവിടെ തന്നെ. നല്ല ഓർമ്മശക്തി ഉണ്ടല്ലോ. വണ്ടെത്താനുണ്ണാത്ത പൂവ്. ഉറങ്ങണം. ഉറങ്ങാത്ത 101 രാവുകൾ ഒരുമിച്ചുറങ്ങണം. ഉണർത്താൻ ആള് വരുവോളം ഉറങ്ങണം. കത്തിയെരിയുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ ഈ മുഖം കണ്ടുറങ്ങണം. കുഞ്ഞമ്മേ, ദാഹം എത്രയേറിയാലും ആരും എണ്ണ കുടിക്കാറില്ല. മനസ്സിലായില്ല. ദുർഗ ഒരിക്കലും ദാസന് പ്രണയരേഖ എഴുതിയ പനയോല കൊടുക്കില്ല. ഞാൻ ദാസനും അവിടുന്ന് ദുർഗയുമാണ്. ഞാൻ അവിടുത്തെ ശിഷ്യനും അവിടെ നിന്റെ ഗുരുവുമാണ്. ഗുരുശിഷ്യ ബന്ധത്തെക്കാൾ ഉപരി മറ്റൊന്നും ഈ ലോകത്തിലില്ല. ഇല്ല, നിങ്ങൾ എനിക്ക് കുറാ തന്നവനാണ്. മത്സരത്തിൽ ജയിച്ച് താനിയും മാനിയും തന്നവനാണ്. അതേ പുണ്യം. രാമരാമണ യുദ്ധത്തിൽ ശ്രീരാമചന്ദ്രന് വേണ്ടി ഹനുമാൻ മരുത്വാമല നൽകിയതുപോലെ എന്റെ ഗുരുവിന് വേണ്ടി ഞാനെല്ലാം നൽകി. ഓം ഗുരുവേ. നിങ്ങൾക്ക്
വേണ്ടി നാണവും മാനവും കെട്ടവൻ ഞാനാണ്. എന്റെ വിയർപ്പിന്റെ തുടിപ്പാണ് നിങ്ങൾ. എന്റെ എല്ലാ മോഹങ്ങൾക്കും എതിരില്ലാതെ ഉരിയാടേണ്ട പുരുഷനാണ് നിങ്ങൾ. പറയും, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? നിങ്ങൾ എന്റെ ഭർത്താവല്ലേ? ഇല്ല ഇല്ല. നിൽക്കിൻ, സത്യം പറയും, അല്ലെങ്കിൽ ഈ വാളുകൊണ്ട് നിങ്ങളുടെ തല ഞാൻ എറിഞ്ഞിടും. വളരെ സന്തോഷം. ഇതുവരെ ഒരു ശിഷ്യനും കിട്ടാത്ത മഹാഭാഗ്യം. വെട്ടിക്കൊള്ളു. കാവിലമ്മേ, എന്നെ പോലെ ആൺതലകളുടെ ചവിട്ടേറ്റ് തകർന്ന ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ ഈ ഭൂമിയിൽ? ഒടുവിൽ കുപ്പയിൽ കിടന്ന ഈ കൈക്കെട്ടിയെ പൂമാലയാക്കി എന്റെ കഴുത്തിൽ അണിയിച്ചിട്ട് ആൺതരികളെല്ലാം പരിഹസിച്ചു, പൊട്ടിച്ചിരിച്ചു. എന്റെ അച്ഛനാങ്ങളമാർ അഭിമാനത്തിന്റെ പേരിൽ എന്നെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി. എല്ലാം സഹിച്ച് ഈ മനുഷ്യനെ ഈ നിലയിലാക്കിയപ്പോൾ എന്നെ ഉപദേശിക്കുന്നു. ഇല്ല, ഈ ഭൂമിയിലുള്ള ഒരു പുരുഷനെയും ഞാൻ ഇനി വിശ്വസിക്കില്ല. സത്യം. ഇന്നു മുതൽ ഈ വെൺമണിക്കോട്ടയ്ക്ക് പെൺമണിക്കോട്ട എന്ന് പേര് മാറ്റി വിളംബരം ചെയ്യൻ. കോട്ടവാതിക്കൽ മംഗന്മാർ മാത്രം കാവലിരിക്കട്ടെ. അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒരു ആൺതരി കോട്ടയ്ക്കുൾ കടന്നാൽ അവന്റെ തല അരിഞ്ഞു കളയും. നിങ്ങൾ ക്ഷമിക്കും. ക്ഷമയേക്കാൾ മൂർച്ചയുള്ള മറ്റൊരായുധമില്ല. ക്ഷമിക്കും. നിർത്തി. ആദ്യം ഈ ദ്രോഹിയെ പിടിച്ച് തടവറയിലിടൻ. ഈ കോട്ടയിലുള്ള എല്ലാ ആൺതരികളെയും പിടിച്ച് വെളിയെ തള്ളൻ. അമ്മേ, കാവിലമ്മേ, ഞാൻ എന്ത് പാവം ചെയ്തു? എന്റെ അമ്മേ, ഞാൻ ആർക്ക് എന്ത് ദോഷം ചെയ്തു? എന്നെ എന്തിനീ കണ്ണീരിലാഴ്ത്തുന്നു അമ്മേ? അമ്മേ, പറയും, എന്നെന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു അമ്മേ? എന്തിനു പരീക്ഷിക്കുന്നു അമ്മേ?